MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റിയായ ഒരു പഴം പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. പഴം കൂടുതൽ പഴുത്തു പോയാൽ അത് കളയേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നല്ല രുചികരമായ പഴം പ്രഥമൻ ഉണ്ടാക്കാം. ഇത് നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ തന്നെ പഴം നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള മധുരമാണ്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് മെൽറ്റാക്കി എടുക്കാം. ഇത് മെൽറ്റായതിനു ശേഷം നമുക്ക് അരിച്ചെടുക്കണം. പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത പഴം ഇതിലേക്ക് ചേർക്കാം. 2-3 മിനിറ്റ് ഇത് നെയ്യിലിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാം. ഈ ശർക്കരപ്പാനിയിൽ പഴം നന്നായിട്ട് വരട്ടിയെടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനൊരു വലിയ തേങ്ങയിൽ നിന്നും എടുത്ത 2-ാം പാലാണ് ചേർക്കുന്നത്. ഇത് 2 കപ്പ് 2-ാം പാലുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത് ഇത് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുകിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർക്കേണ്ടത്. ഇനി 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് 1-ാം പാൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ഒരു പരുവത്തിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇത് ചൂടായി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും തേങ്ങാക്കൊത്തും വറുത്തിടണം. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ പഴം പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം പഴുത്തുപോയ പഴം കളയാതെ ഇതുപോലെ രുചികരമായിട്ടുള്ള പഴം പ്രഥമൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം.